കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അഥവാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MCOM സെക്കൻഡ് സെമസ്റ്ററിന്റെ MCO 022 അഥവാ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന സബ്ജക്റ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് മാനേജറിയൽ അപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിന്റെ സിലബസ് വൈസ് എന്താണ് ആ ഒരു സിലബസ് എന്നുള്ളത് കുറിച്ചും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻസിൽ എത്രത്തോളം ഓരോ ബ്ലോക്സിന്റെയും ഓരോ യൂണിറ്റ്സിന്റെയും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സിന്റെയും ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഏതൊക്കെ രീതിയിലുള്ള റിവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. സോ ഈ ഒരു അനാലിസിസിലൂടെ പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫ്രം 2022 ഡിസംബർ മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇതിന്റെ സിലബസ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ വ്യൂ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുക. ആൻഡ് ഓൾസോ എക്സാം പാറ്റേണിനെ കുറിച്ചും ഇമ്പോർട്ടൻ്റ്ലി ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗത്ത് നിന്നും അതായത് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നുമാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രോബബിലിറ്റി പ്രിഡിക്ഷൻസ് കൂടിയാണ് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആൻഡ് ഓൾസോ ഇതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി അവൈലബിൾ ആവുന്നുണ്ട്. സോ ഈ നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞ പോലെ തന്നെ സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിന്റെ സിലബസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്കറിയാം 4 ബ്ലോക്കുകളാണ് ഈ ഒരു മാനേജീരിയൽ അപ്ലിക്കേഷൻസ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് മാനേജീരിയൽ അപ്ലിക്കേഷൻസ് എന്ന സബ്ജക്റ്റിലേക്ക് വരുന്നത്. സോ അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20 മാർക്സ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മോർ ദാൻ 10 ടൈംസ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്ത് കാണുന്നത്. 5 to 9 അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ഒരു 5 മുതൽ 9 തവണ വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു മീഡിയം കാറ്റഗറിയിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലെസ് ദാൻ 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലോവർ കാറ്റഗറി പ്രോബബിലിറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം സിലബസ് മാപ്പിംഗിലേക്ക് വരുന്ന സമയത്ത് ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എത്ര തവണയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലോക്ക് 1 ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് എന്ന ബ്ലോക്കിൽ നിന്നുള്ള യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 ഇത് രണ്ടും ഒരുപോലെ തന്നെ ലോ റെലവൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് 2 ടൈംസ് അല്ലെങ്കിൽ 2 അപ്പിയറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് പ്രൈമറി വേഴ്സസ് സെക്കൻഡറി ഡാറ്റ ഡിഫറൻസസ്, മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ, ക്വസ്റ്റ്നെയർ അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ പ്രീ ടെസ്റ്റിംഗ്, സെൻസസ് വേഴ്സസ് സാമ്പിൾ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് 2 തവണയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ അതിന്റെ ടാബുലേഷൻ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആൻഡ് ഒഗീവ്സ് ക്യുമുലേറ്റീവ് കർവ്സ്, ബേസിക് ചാർട്ട്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും ഈ ഒരു ലോവർ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ യൂണിറ്റ് 3 and 4 അതിലേക്ക് വരുന്ന സമയത്ത് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ക്വാർട്ടൈൽസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതായത് അതിന്റെ ഒരു റിലേഷൻഷിപ്പ് എമംഗ് ദി ആവറേജസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ഒരു 5 തവണയാണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ റേഞ്ച്, മീൻ ഡീവിയേഷൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയ ഭാഗത്ത് നിന്ന് നമുക്ക് മീഡിയം കാറ്റഗറിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന രീതിയിൽ 6 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് അപ്പിയർ ചെയ്ത് കാണുന്നത്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ഫ്രം യൂണിറ്റ് 5 ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് പ്രോബബിലിറ്റി മുതൽ യൂണിറ്റ് 6, 7 and 8 ഈ ഒരു
കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലോവർ പ്രോബബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം 4 തവണയാണ് നമുക്ക് യൂണിറ്റ് 8ൽ നിന്നുള്ള ഡിസിഷൻ തിയറി റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ, അതുപോലെ തന്നെ പേ ഓഫ് ടേബിൾസ്, ഡിസിഷൻ ക്രൈറ്റീരിയ, മാനേജറിയൽ അനാലിസിസ്, അതുപോലെ തന്നെ പ്രിഫറൻസ് തിയറി, ഡിസിഷൻ ട്രീ അപ്രോച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ 4 തവണയാണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ആൻഡ് യൂണിറ്റ് 7 കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് വിത്ത് എംഫസിസ് ഓൺ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ഒരു മാർജിനൽ അപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ റാൻഡം വേരിയബിൾ, അതായത് ന്യൂമറിക്കൽ ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെന്റ്, ബൈനോമിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതർ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഒരു തവണയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാമ്പിൾസ്, എക്സ്പെരിമെന്റ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റ്സ്, അതിൽ സാമ്പിൾ സ്പേസ്, ഇവന്റ്സ്, അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി തിയറി, സിമ്പിൾ ആൻഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുള്ള റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് 2 തവണ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 3യിലേക്ക് വരുന്ന സമയത്ത് ഫ്രം യൂണിറ്റ് 9 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാമ്പിളിംഗ്, അതുപോലെ തന്നെ പ്രോബബിലിറ്റി വേഴ്സസ് നോൺ പ്രോബബിലിറ്റി ഓഫ് സാമ്പിളിംഗ്, അതുപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ്. ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് 5 തവണയാണ് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാമ്പിളിംഗ് വിത്ത് ഓർ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ളത് സൈസിന്റെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, മീൻ, വേരിയൻസ്, പ്രൊപ്പോർഷൻ, അതുപോലെ തന്നെ സെൻട്രൽ ലിമിറ്റ് തിയറം, അതുപോലെ തന്നെ ലാർജ് ആൻഡ് സാമ്പിൾ ബിഹേവിയർ ഓഫ് ആവറേജസ്, ഇന്റർവൽ എസ്റ്റിമേഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്സുകൾ തന്നെയാണ്. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്, സിഗ്നിഫിക്കൻസ് ലെവൽ, അതിൽ തന്നെ പി വാല്യൂ, പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിംഗ് ഡാറ്റ ആസ് എക്സ്ട്രീം ആസ് സാമ്പിൾ, അതുപോലെ 1 and 2 ടൈൽഡ് ടെസ്റ്റ്, ടെസ്റ്റ് ഓൺ മീൻ ആൻഡ് പ്രൊപ്പോർഷൻസ്, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ യൂണിറ്റ് 12ൽ നിന്നുള്ള കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ഒബ്സർവ്ഡ് വാല്യൂസിനെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസുമായിട്ട് കമ്പയർ ചെയ്യാൻ എങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് പോരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് വേരിയൻസ്, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് കാറ്റഗറിക്കൽ ഡാറ്റാസ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബ്ലോക്ക് 4 ഫ്രം യൂണിറ്റ് 13ൽ നിന്നും റോൾ ഓഫ് ഫോർകാസ്റ്റിംഗ്, ബിസിനസ്സിൽ എത്രത്തോളം ഫോർകാസ്റ്റിംഗിന്റെ റോൾ ഉണ്ട് എന്നുള്ളതും, അതിന്റെ മെത്തേഡ്സ്, ലോങ്, മീഡിയം ആൻഡ് ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഫോർകാസ്റ്റ് കൺട്രോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്, റാങ്ക് കോറിലേഷൻ, ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻസ്, പ്രാക്ടിക്കൽ യൂസസ് ഓഫ് ഓട്ടോ കോറിലേഷൻ ആൻഡ് ലിങ്ക്സ് ടു ടൈം സീരീസ് എന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ സിമ്പിൾ ആൻഡ് അതർ റിഗ്രഷൻ മോഡൽസിൽ നിന്നും, അതുപോലെ തന്നെ ഫിറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് എക്സാമിനിങ് എന്നുള്ള ഭാഗത്തു നിന്നും, റിഗ്രഷൻ ബേസ്ഡ് പ്രൊഡിക്ഷൻസിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. യൂണിറ്റ് 16 നോക്കുകയാണെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് ടൈം സീരീസ്, അതുപോലെ തന്നെ സൈക്ലിക് ആൻഡ് ഇറഗുലർ മൂവ്മെന്റ്സ് ഇൻ ഡാറ്റ ഓവർ പർട്ടിക്കുലർ time period, and also box Jenkins overviews, use of auto correlation of identification എന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പം ടാബുലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എഗെയിൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈ ചാർട്ട് ആയിട്ടും ബാർ ചാർട്ട് ആയിട്ടും അതുപോലെ തന്നെ ഹീറ്റ് മാപ്പിന്റെ ഫോർമാറ്റിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതിന്റെ ഒരു ഇൻസൈറ്റ് ആയിട്ട്, അതായത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളിൽ നിന്നും ഒരു ഇൻസൈറ്റ് ബോക്സ് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈ ഈൽഡ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പ് യൂണിറ്റ്സ്, അതായത് 20 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഫോക്കസ് ചെയ്യാവുന്ന ഏരിയാസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് യൂണിറ്റ് 4 മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസ്, 6 തവണയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ യൂണിറ്റ് 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, 5 തവണ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. യൂണിറ്റ് 9 സാമ്പിളിംഗ് മെത്തേഡ്സും ഈക്വലി 5 ടൈംസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് 8 ഡിസിഷൻ തിയറി, അതുപോലെ തന്നെ യൂണിറ്റ് 14 കോറിലേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ 4 ടൈംസ് ആണ് നമുക്ക് ബോത്ത് ടോപ്പിക്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 12 നോക്കുകയാണെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് വരുന്ന കാര്യങ്ങളും 3 ടൈംസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ ഒരു ഓട്ടോമാറ്റിക്, അതായത് നമ്മുടെ ഒരു കമ്പാരൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്നുള്ള രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇഗ്നോർഡ് എക്സാംസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാം ആണെങ്കിൽ പോലും ഇതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം പേപ്പർ ആണ് അല്ലെ. സോ
നമുക്ക് ആ ഒരു രീതിയിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടി ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ലോങ് കൺസെപ്ച്വൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ 20 മാർക്സിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളത്. നോർമലി നമുക്കൊരു 2 to 3 സബ് പാർട്സ് ആയിട്ട് നമുക്ക് ഇത് ചോദിക്കാറുണ്ട്, ഈച്ച് ഹാവിംഗ് 6 to 10 മാർക്സ് എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു 250 to 300 വേർഡ്സ് എങ്കിലും നമ്മൾ ഈച്ച് ക്വസ്റ്റ്യൻസ് എഴുതി പോകാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കാം? അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഡിസിഷൻ തിയറി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ കീ ഇഷ്യൂസ്, അത് ആ ഒരു ഡിസിഷൻ ട്രീ റിലേറ്റ് ചെയ്ത് വരുന്ന കീ ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കാം എന്നുള്ളത് പ്രീവിയസ് ഡിസംബർ 2022 മുതൽ ഈ പറയുന്ന ജൂൺ 24 ആൻഡ് ജൂൺ 25 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ഫോർമാറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് എഗെയിൻ ഈ പറയുന്ന 20 മാർക്സിന് തന്നെയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇതും സെയിം ഈ പറയുന്ന 10 ഈച്ച് എന്നുള്ള രീതിയിൽ സബ് പാർട്സ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അതായത് തിയറി എ പാർട്ട് എന്നും അതിന്റെ പ്രോബ്ലം പ്രസന്റേഷൻ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ദെൻ എഗെയിൻ ഈ പറയുന്ന രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് വൈസ് കാൽക്കുലേഷൻസ് കൊടുത്തുകൊണ്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി 15 to 20 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ബൈനോമിയൽ പ്രോബബിലിറ്റീസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്, സ്ക്യൂനെസ്, കോറിലേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു ന്യൂമറിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലംസ് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ഫോർമാറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് കോമ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പം എഗെയിൻ പറഞ്ഞ പോലെ തന്നെ സബ് പാർട്സ് ആയിട്ട് 4 ക്വസ്റ്റ്യൻസ് ഈച്ച് ഹാവിംഗ് 5 എന്നുള്ള രീതിയിൽ നമുക്ക് 20 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം 4 ഷോർട്ട് നോട്ട്സ് ആണ് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ വരുമ്പം ഒരു 70 to 90 വേർഡ്സ് എങ്കിലും നമ്മൾ ഈച്ച് ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം എന്തായിരിക്കാം? ഈ പറയുന്ന ഷോർട്ട് നോട്ട്സ് ഓൺ എനി ഓഫ് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു ഫോർമാറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. ദെൻ അടുത്ത ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റിംഗ്വിഷ് ആണ്. അതായത് ഒരു കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതായത് ഒരു രണ്ട് കൺസെപ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. സോ നല്ല രീതിയിൽ നമ്മൾ ഒരു 70 to 80 വേർഡ്സ് എങ്കിലും ഒരു പെയർ എന്നുള്ള രീതിയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ നമ്മളിപ്പോൾ ഒരു ഡിസ്കസ് ചെയ്ത ഒരു ഫോർമാറ്റ് പാറ്റേണിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ലോങ് അല്ലെങ്കിൽ ഒരു ലോങ് എസ്സേ അല്ലെങ്കിൽ ഒരു എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 62% ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഒരു ലോങ് ആൻസർ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഒരു 22% ഓഫ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഷോർട്ട് നോട്ട് കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ 12% ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഒരു 4% എങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഫ്രം ദ പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ. ഇനി നമുക്കൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ബേസിസിലേക്ക്, അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ ടോപ്പിക്സിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മാർക്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ൽ നിന്നും നമുക്ക് 42% ഓഫ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ 13% ആണ് നമുക്ക് വരുന്നത്. ബ്ലോക്ക് 3യിലേക്ക് വരുന്ന സമയത്ത് 24 ആണ്. ദെൻ ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് 18% ആണ്. ഈ ഓരോ ബ്ലോക്സിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ദെൻ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു മാർക്ക് എന്താണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്സിനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ട്രെൻഡ് വിഷ്വലൈസേഷന്റെ ബേസിസിൽ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പാറ്റേൺ ഹൈലൈറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എസ്സേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നമുക്ക് 60 to 65% എങ്കിലും അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു 20 to 25% എങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന ഷോർട്ട് നോട്ട് കാറ്റഗറി അതുപോലെ തന്നെ കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്കൊരു ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഷോർട്ട് നോട്ട് കാറ്റഗറി ഫോർ എനി പ്രിസ്ക്രൈബ്ഡ് ടോപ്പിക്സ് അല്ലെ. ഇപ്പൊ നമ്മൾ ഏതാണ് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഏതൊരു ടോപ്പിക്സിൽ നിന്ന് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസിഷൻ തിയറി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും അതിന്റെ കീ ഇഷ്യൂസ്
സിനാരിയോസും വിത്ത് നമ്മൾ ആ ഒരു ഡിസിഷൻ ട്രീ അപ്രോച്ച് പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, ഡിഫൈൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഷോ ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗുഡ്നെസ് ഓഫ് ഇറ്റ് ആൻഡ് ഇൻഡിപെൻഡൻസ് ടെസ്റ്റ്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും അഗെയിൻ 3 ടൈംസ് ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ഡിഫറെന്റ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ ഇലിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് അനദർ ക്വസ്റ്റ്യൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ദെൻ നോക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി തിയറി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതിന്റെ മെയിൻ അപ്രോച്ചസ്, ആ ഒരു പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാനുള്ള മെയിൻ അപ്രോച്ചസ് ഏതൊക്കെയാണെന്നുള്ളതും, അതുപോലെ തന്നെ മോഡ് ആൻഡ് മോഡൽ ക്ലാസ്സസ്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ദ ഗ്രൂപ്പ് ഡാറ്റ ഫോർമുല ഫോർ മോഡ് ആൻഡ് കമന്റ് ഓൺ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. മോഡ് ആൻഡ് മോഡലും അതുപോലെ തന്നെ അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സും ആണ് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കമ്പയർ സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ്. സാമ്പിളിംഗിന്റെ ഭാഗത്ത് നിന്നും സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും ബ്രിങ്ങിങ് ഔട്ട് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ആൻഡ് കണ്ടീഷൻസ് ഇൻ വിച്ച് ഈച്ച് ഈസ് പ്രിഫേർഡ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദെൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 2 തവണയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അടുത്തൊരു കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എനി 4 ഓഫ് ദ ഫോളോയിങ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എനി 4 ഓഫ് ദ ഫോളോയിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ടോപ്പിക്സുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. ഈച്ച് ഹാവിംഗ് 5 മാർക്സ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് അവിടെ തന്നിട്ടുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വൈ ഫോർകാസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ബിസിനസ് ആൻഡ് ഔട്ട്ലൈൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്. അത് ലോങ് ആയിക്കോട്ടെ മീഡിയം ആൻഡ് ഷോർട്ട് ടേം ഡിസിഷൻസിന് എങ്ങനെയാണ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്ഫുൾ ആവുന്നത് ഇൻ ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഇതെല്ലാം തന്നെ നമുക്ക് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 2 ടൈംസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ നമുക്കിപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓരോ ഭാഗത്തു നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, ഷോർട്ട് നോട്ട് കമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 6 തവണയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫ്രം ബ്ലോക്ക് 1 to 4 എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 20 മാർക്സ് എങ്കിലും നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഡിസിഷൻ ട്രീ, അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 8ൽ നിന്നുള്ള ഡിസിഷൻ ട്രീ, ഡിസിഷൻ തിയറി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും 3 തവണയാണ് വന്നിട്ടുള്ളത്. 10 മാർക്ക് എങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ഒരു 10 മാർക്കിന് ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ദെൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഇറ്റ് ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ഭാഗത്ത് നിന്നും കൈ സ്ക്വയർ ടെസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു 10 മാർക്സ് എങ്കിലും നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ദെൻ ബ്ലോക്ക് 1 അതായത് ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ മീനിങ് ഓഫ് പ്രോബബിലിറ്റി തിയറി ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി അപ്രോച്ചസ്, ബ്ലോക്ക് 2 യൂണിറ്റ് 5ൽ നിന്നുള്ള ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് പ്രോബബിലിറ്റി എന്ന യൂണിറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് 2 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3ൽ നിന്നുള്ള മോഡൽ ക്ലാസ് ആൻഡ് അതിന്റെ ഡെഫിനേഷൻസ്, ഗ്രൂപ്പ്ഡ് ഡാറ്റ, ഫോർമുല, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സും നമുക്ക് സെയിം ആസ് ഒരു 2 ടൈംസ് ആണ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9ൽ നിന്നുള്ള സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും നമുക്ക് നോക്കിയിരിക്കേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ ബ്ലോക്ക് 4 യൂണിറ്റ് 14ൽ നിന്നുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് ആൻഡ് ഇറ്റ്സ് ടൈപ്പും അസോസിയേഷനും സെയിം ആസ് 2 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1 to 4 എന്നുള്ള രീതിയിൽ നിന്നും, അതായത് ഒരു കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈക്വലി ബ്ലോക്ക് 1 to ബ്ലോക്ക് 4 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഫ്രം എനി ടോപ്പിക്സ് എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 13ൽ നിന്നുള്ള ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ഫോർകാസ്റ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന മെത്തേഡ്സ് ആയിക്കോട്ടെ, അതിന്റെ അപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അത് നമുക്ക് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യം ഇപ്പൊ ഒരു
ഒരു പൈ ചാർട്ടിന്റെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ഭാഗം, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ടൈപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതുപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസും നമുക്കൊരു 18 to 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദെൻ കമ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിംഗ്വിഷ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 4 to 5 മിനിറ്റ്സ് എങ്കിലും ഈച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്ത് പോവേണ്ടതായിട്ട് അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ടോപ്പിക് പ്രോബബിലിറ്റി പ്രെഡിക്ഷൻ അനാലിസിസ് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പറയുന്ന പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ടും നോക്കിയിരിക്കുക എന്നുള്ളതാണ്. അതിലെ ബ്ലോക്ക് 1-ൽ നിന്നുള്ള അപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ഫങ്ഷണൽ ഏരിയാസ് 50% ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് 1-ൽ നിന്നുള്ള സെൻസസ് വേഴ്സസ് സാമ്പിൾ, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് ഡാറ്റ, ക്വസ്റ്റ്നെയർ ഡിസൈൻ, അതായത് പ്രൈമറി സെക്കൻഡറി ഡാറ്റ, അതിന്റെ മെത്തേഡ്സ്, ക്വസ്റ്റ്നെയർ പ്രീ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്, അതിലെ ക്ലാസ് ഇന്റർവെൽസ്, നമ്പർ ഓഫ് ക്ലാസ്സസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ഒഗീവ്സ് ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും അതിന്റെ യൂസസും, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ബ്ലോക്ക് 1-ൽ നിന്നും മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മോഡൽ ക്ലാസ് ഗ്രൂപ്പ്ഡ് ഡാറ്റ, ഫോർമുല, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതുപോലെ തന്നെ യൂണിറ്റ് 3-ൽ നിന്നുള്ള അരിത്തമെറ്റിക് മീൻ, റിലേറ്റഡ് മെഷേഴ്സ്, മീൻ മീഡിയൻ മോഡ് റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്ലോക്ക് 3 ക്വാണ്ടൈൽസ്, അതായത് ക്വാർട്ടൈൽസും ഡിക്ലൈസും, അതുപോലെ തന്നെ അതിന്റെ കമ്പ്യൂട്ടേഷൻസ് നമ്മൾ നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. യൂണിറ്റ് 4-ൽ നിന്നുള്ള വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും തിയറിയും ഒരുപോലെ നമ്മൾ നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. സ്ക്വീനസ്, അതിന്റെ മെഷേഴ്സ്, അതുപോലെ തന്നെ ബ്ലോക്ക് 2-ലേക്ക് വരുന്ന സമയത്ത് പ്രോബബിലിറ്റി തിയറി, അതിന്റെ അപ്രോച്ചസ്, കണ്ടീഷണൽ പ്രോബബിലിറ്റി, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് വേഴ്സസ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിന്റെ റാൻഡം വേരിയബിൾ ആവുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും, നോർമൽ ഡിസ്ട്രിബ്യൂഷനും അതിന്റെ ആപ്ലിക്കേഷൻസും, അതുപോലെ തന്നെ ഡിസിഷൻ തിയറി റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസിഷൻ എൻവയോൺമെന്റ്, അതിന്റെ കീ ഇഷ്യൂസ് ആൻഡ് ഡിസിഷൻ ട്രീ അപ്രോച്ചിൽ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതും, യൂണിറ്റ് 9-ലേക്ക് അതായത് ബ്ലോക്ക് 3-ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 9 സാമ്പിളിംഗ് മെത്തേഡ്സ്, അതുപോലെ തന്നെ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി തമ്മിലുള്ള ഡിഫറൻസ്, സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്, യൂണിറ്റ് 11-ൽ നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, 1 or 2 ടെയിൽഡ് ടെസ്റ്റ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ടെസ്റ്റ്. ബ്ലോക്ക് 4-ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 13-ൽ നിന്നുള്ള ബിസിനസ് ഫോർകാസ്റ്റിംഗ്, യൂണിറ്റ് 14 കോറിലേഷൻ ആൻഡ് കോഎഫിഷ്യന്റ്, അതിന്റെ ടൈപ്സും അതിന്റെ റാങ്ക് കോറിലേഷൻസും, റിഗ്രഷൻ മോഡൽസ്, കോറിലേഷനും റിഗ്രഷൻ കമ്പാരിസണും എങ്ങനെയായിരിക്കും എന്നുള്ളത്, അതുപോലെ തന്നെ ടൈം സീരീസ് അനാലിസിസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ടും നമ്മുടെ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 3 ടൈംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസസ് വേഴ്സസ് സാമ്പിൾ, നീഡ് ഫോർ സാമ്പിൾ തുടങ്ങിയ കാര്യങ്ങളും സെയിം ആസ് 3 ടൈംസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മോഡൽ ക്ലാസ്സസും അതുപോലെ തന്നെ അരിത്തമെറ്റിക് മീൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് 3 ടൈംസ് ആണ് പാസ്റ്റ് 6 പേപ്പേഴ്സ് എടുക്കുന്ന സമയത്ത് 3 പേപ്പേഴ്സിലെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിന്റെ വേരിയൻസ്, സ്ക്വീനസ്, പ്രോബബിലിറ്റി തിയറി, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പാസ്റ്റ് 6 പേപ്പേഴ്സ് എടുക്കുന്ന സമയത്ത് 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എഗെയിൻ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പാസ്റ്റ് 6 പേപ്പേഴ്സ് നമ്മൾ അനാലിസിസിനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 പേപ്പേഴ്സിലെങ്കിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഡിസിഷൻ ട്രീ ആൻഡ് ഡിസിഷൻ തിയറി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ,
5 തവണയാണ് പാസ്റ്റ് പ്രീവിയസ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ പറയുന്ന ഡിസിഷൻ തിയറി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ദെൻ സാമ്പിളിംഗ് മെത്തേഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഓൾ 6, നമ്മളിപ്പോൾ ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാൻ സാധിച്ചിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് സാമ്പിളിംഗ് മെത്തേഡ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ബേസിക്സ്, അതിന്റെ പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ കൈ-സ്ക്വയർ ടെസ്റ്റ്, കോറിലേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈക്വലി ഏതൊരു കണ്ടിന്യൂസ്ലി നമുക്ക് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ പറ്റുന്നതാണ്. ദെൻ കൈ-സ്ക്വയർ ടെസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ റിഗ്രഷൻ വേഴ്സസ് കോറിലേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഡിഫറൻസിയേഷനും ഒക്കെ നമുക്കൊരു 4 തവണയാണ് പാസ്റ്റ് 6 പേപ്പേഴ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഒരു പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹൈ പ്രോബബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ടോപ്പിക്സിലേക്ക് ആയിരിക്കണം 70% നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ അതനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു മീഡിയം കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് ലെസ് ദാൻ ആ ഒരു ടൈം ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ നമുക്കൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കറിയാം ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഗ്നോ എക്സാം എന്ന് പറയുന്നത് 3 hours ആണ്. 100 മാർക്സിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവുന്നത്. പാസ് മാർക്ക് എന്ന് പറയുന്നത് 40 ആണ്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ നമുക്ക് അറ്റംപ്റ്റ് എനി 5 questions ആൻഡ് ഈക്വൽ ക്യാരി ഈക്വൽ മാർക്സ്, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗിവിംഗ് 2 suitable എക്സാമ്പിൾസ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് ഇൻ ബിസിനസ് റിസർച്ച് എന്നുകൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി ഡാറ്റ ആയിക്കോട്ടെ സെക്കൻഡറി ഡാറ്റ ആയിക്കോട്ടെ അതിന്റെ വിത്ത് എക്സാമ്പിൾ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 4 criteria that a researcher should consider while choosing between census and sample enquiry in a large scale investigation. സെൻസസും സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്ത് പോവേണ്ടത്. തേർഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്കസ് ദ പർപ്പസ് ഓഫ് പ്രീ ടെസ്റ്റിംഗ് എ ക്വസ്റ്റ്യനെയർ ബിഫോർ ലോഞ്ചിങ് ഫുൾ സ്കെയിൽ സർവേ. ഒരു പ്രീ ടെസ്റ്റിംഗ് ക്വസ്റ്റ്യനെയറിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ടോപ്പിക്സ് കവർ ചെയ്താൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ സെൻട്രൽ ടെൻഡൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റേറ്റ് എനി 4 ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി എന്താണെന്നുള്ളതും അതിന്റെ 4 ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതുമാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്ത പാർട്ട് നോക്കുകയാണെങ്കിൽ ദ ഫോളോയിങ് ടേബിൾ ഗിവ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മന്ത്ലി ബോണസ് പേയ്മെന്റ്സ് ടു സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ഇൻ എ ഫേം. ഒരു ഫേമിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിന് കൊടുക്കുന്ന ഒരു ബോണസ് പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ കാൽക്കുലേഷൻസ് ആണ് ഇവിടെ വരുന്നത്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്, അരിത്തമെറ്റിക് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും അതിന്റെ അതുപോലെ തന്നെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്, അതുപോലെ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി വിത്ത് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്ത് പോവേണ്ടത്. അടുത്ത പാർട്ട് നോക്കുകയാണെങ്കിൽ എമിഷൻ പ്രൊഡ്യൂസ് ഇലക്ട്രോണിക്, അഗെയിൻ നമുക്കൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എമിഷൻ പ്രൊഡ്യൂസ് ഇലക്ട്രോണിക് കമ്പോണൻസ്, ദ പ്രോബബിലിറ്റി ദാറ്റ് എ കമ്പോണന്റ് ഈസ് ഡിഫക്റ്റീവ് 0.10, independent from one component to another. If an inspector selects 6 components at random, find the probability that exactly 1 component is defective, probability that at most 2 components are defective, the expected number of defective components in a sample. ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ മീനിങ് ഓഫ് ഡിസിഷൻ തിയറി. അഗെയിൻ ഡിസിഷൻ തിയറി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ടൈപ്സ് ഓഫ് ഡിസിഷൻ എൻവയോൺമെന്റ് ഏതൊക്കെയാണെന്നുള്ളതും എന്താണ് ഡിസിഷൻ തിയറി എന്നുള്ളതുമാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പാർട്ട് വരുന്നത് ഡിസിഷൻ ട്രീ അപ്രോച്ച്. ഡിസിഷൻ ട്രീ അപ്രോച്ച് എങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു അണ്ടർ റിസ്ക് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ഹൈ ഡിമാൻഡിലും അതുപോലെ തന്നെ ലോ ഡിമാൻഡിലും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന ആ ഒരു ഡിഫറൻസിയേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്
എന്നുള്ളത് കൂടി നമ്മളോട് ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സാമ്പിളിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വൈ ഈ സാമ്പിളിംഗ് ഈസ് യൂസ്ഡ് ഇൻ ബിസിനസ് ആൻഡ് സോഷ്യൽ റിസർച്ച്, ഡിസ്കസ് എനി അഡ്വാൻറ്റേജസ് ആൻഡ് ടു ലിമിറ്റേഷൻസ് ആണ്. അതായത് സാമ്പിളിംഗ് എന്താണെന്നുള്ളതും എന്തിനാണ് അത് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റോൾ ഓഫ് സാമ്പിളിംഗ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ two methods, two probability sampling methods and two non probability sampling methods കൂടി നമ്മളോട് ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ null hypothesis, alternative hypothesis, level of significance, type 1 error and type 2 error. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ആൻഡ് ഓൾസോ ജനറൽ സ്റ്റെപ്സ്, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നതിനുള്ള ജനറൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. എ കമ്പനി വാണ്ട് ടു നോ വെദർ ഡിപ്പാർട്ട്മെന്റ് ഇൻ വിച്ച് ആൻ എംപ്ലോയി വർക്ക് ഇൻ ഇൻഡിപെൻഡന്റ് ഓഫ് ജെൻഡർ, എ സാമ്പിൾ ഓഫ് 120 എംപ്ലോയീസ് ഈൽഡഡ് ഇൻ ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാമ്പിൾ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതിൽ നിന്നും chi-square ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളോട് എന്ത് ചെയ്യാനായിട്ട് പറയുകയാണ്, വെദർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ജെൻഡർ ആർ ഇൻഡിപെൻഡന്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ chi-square ടെസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സെവൻത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കോറിലേഷൻ, കൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ എന്താണെന്നുള്ളതും രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു കോറിലേഷൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ആൻഡ് ഓൾസോ പോസിറ്റീവും നെഗറ്റീവും സീറോ കോറിലേഷനും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളത് വിത്ത് എക്സാമ്പിൾ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ ഒരു കോറിലേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന, കോറിലേഷൻ കോഎഫിഷ്യന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ ആൻഡ് സെയിൽസ് ഓഫ് എ ഫേം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് റിലേറ്റഡ് ടു എ പ്രൊഡക്റ്റ്. അതിൽ നിന്നും നമുക്ക് കാൾസ്-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷൻ എന്ത് ചെയ്യാനായിട്ടുണ്ട്, കമ്പ്യൂട്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് കാറ്റഗറി ആണ്. ഇവിടെ ഒഗീവ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഷോർട്ട് നോട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ അപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളത്, സെൻട്രൽ ലിമിറ്റ് തിയറം റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ് ഇൻ സാമ്പിളിംഗ് തിയറി, അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് എ ടൈം സീരീസ് ടു കമ്പോണൻസ് ആൻഡ് ഡിസിഷൻ ട്രീ അപ്രോച്ച് ഇൻ എ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതുമാണ് നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ അടുത്തത് ഡിസ്റ്റിങ്വിഷൻ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ സെൻസസും സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസസ്, സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റേർഡ് സാമ്പിളിംഗ് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, വൺ ടൈൽഡ് ടെസ്റ്റ് ആൻഡ് ടു ടൈൽഡ് ടെസ്റ്റ്, correlation and regression, then probability sampling and non-probability sampling. So ഇത്രയാണ് നമ്മുടെ ഈ ഒരു predictive question പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് മാക്സിമം ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് ഈസി ആക്കുക, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ലേണേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളെ റെഡി ടു റൈറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ മാക്സിമം ഈ കാര്യങ്ങളെല്ലാം തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.